ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെയും സുഖം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ വൈകുന്നേരം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ രാവിലെ ഞാൻ ആധാർ പുതുക്കാൻ വേണ്ടിയിട്ട് പൂക്കോടുംപാടത്തേക്ക് പോയിരുന്നു കേട്ടോ. നല്ല തിരക്കായിട്ട് വൈകുന്നേരമായിട്ടുണ്ട് വന്നപ്പോൾ. അപ്പോൾ ഇന്നലെ പകലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞാൻ വന്നപ്പോൾ കുറച്ച് മീനൊക്കെ കൊണ്ടുവന്നിരുന്നു. അതൊന്ന് ചെറുതായിട്ടൊന്ന് കറി വെച്ചു കേട്ടോ. ഉച്ചക്കത്തെ കറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് മഴ ആയതുകൊണ്ട് ആർക്കും കഞ്ഞി വേണ്ട, ചോറ് മതി എന്ന് പറയുകൊണ്ട് അങ്ങനെ കറി വെച്ചതാണ് കേട്ടോ. അപ്പോൾ മഴ പെയ്തപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പാണ്. എന്തൊക്കെയോ തിന്നെ അങ്ങനെ തോന്നുകയാണെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ കുറച്ച് പൂട്ടിരിക്കണ്ടായിരുന്നു. അപ്പോൾ അത് കൂടെ മീൻകറിയൊക്കെ പറഞ്ഞ ഏട്ടനും കുട്ടികളും തിന്നെയാണ് കേട്ടോ. പിന്നെ നന്ദോട്ട സ്കൂൾ വിട്ട് വന്നേക്കുന്നൊന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമാണ് കേട്ടോ ഇങ്ങനെ. മറ്റേത് സ്കൂളിട്ട് വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഓനെയും കൊണ്ട് അങ്ങനെ നടക്കും കേട്ടോ. അപ്പോൾ വലിയൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അന്ന് സ്കൂളിട്ട് വന്നപ്പോൾ ഞാൻ എല്ലായിട്ട് പെട്ടെന്ന് കിടന്നുറങ്ങിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ട്, ഇങ്ങനെ ഒരു മന്ദപ്പിൽ അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ രാവിലെ തുടങ്ങിയ മഴയാണ് കേട്ടോ, നല്ല മഴയായിരുന്നു. ഇപ്പോൾ ഒന്നിങ്ങനെ ചോർന്നിട്ടുണ്ട്, എന്നാലും ഇങ്ങനെ ചാറിയോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയും വന്നിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് എൻ്റെ കൂടെ. അപ്പോൾ പിന്നെ അമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടാണ് പോയതൊക്കെ. അപ്പോഴൊന്നും വീഡിയോ എടുക്കണം വിചാരിച്ചിട്ടില്ല കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ എല്ലാവരും പഴുത്ത ചക്കയൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരുക്കിങ്ങനെ വിശക്കുകയാണ് പറഞ്ഞപ്പോൾ ഒരു ചക്ക ചുളപ്പറിച്ച് കൊടുത്തതായിരുന്നു. അപ്പോൾ ഓരൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ചക്ക അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറ് വേനിക്കും കേട്ടോ. അപ്പോൾ അധികമൊന്നും കഴിക്കലില്ല. അപ്പോൾ ഒരു 2 ചുളം ഞാനും എടുത്ത് തിന്നു കേട്ടോ. അപ്പം എന്നെ കളിയാക്കിയിരുന്നു വീഡിയോ എടുക്കണണ്ടിട്ട്. പിന്നെ ഞാൻ പോയി വന്നപ്പോൾ മാവേലിയിലൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി കേട്ടോ. അരിയും വെളിച്ചെണ്ണയും പഞ്ചസാര കടല അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ കിട്ടി. അപ്പോൾ അതൊക്കെ വാങ്ങി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമായി. അമ്മയൊക്കെ ആ റൂമിൽ പുസ്തകം വായിച്ചിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ അങ്ങനെ വായിച്ചിരിക്കും കേട്ടോ. അച്ഛൻ അവിടെ മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവിടെ കിടക്കിയിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് മക്കളെ ഞാൻ പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് അന്തൂനെ ഞാൻ കൈ പിടിച്ച് എഴുതിക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പഠനം എന്തായാലും നടക്കൂല കേട്ടോ. അതിന് ഞാൻ തന്നെ ഇരിക്കണം. ഏട്ടനങ്ങനെ പിന്നെ എന്താ പറയുക, ഒച്ചിട്ട് പഠിപ്പിക്കുക അല്ലെങ്കിൽ ചീത്ത പറയുക ഒന്നും ചെയ്യൂല കേട്ടോ. അതൊക്കെ എനിക്കുള്ളതാണ്. അപ്പം എൻ്റെ അടുത്ത് ഇതൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ഏട്ടൻ പറയുണ്ടായി അണക്കന്നെ പറ്റുള്ളൂ ഇപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ലടി എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഏട്ടൻ പുതച്ച് കിടക്കുന്നത് തണുത്തിട്ടാണ് കേട്ടോ. നല്ലോണം തണുപ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പുതച്ച് ഇവിടെ കിടക്കുകയായിരുന്നു. അപ്പം ഞാൻ മേലെഴുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണേ. അപ്പോൾ വൈകുന്നേരത്തെ വിശേഷങ്ങൾ അതൊക്കെ ആയിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. ചോറിനുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ പുലർച്ചയ്ക്ക് ഒരുക്ക് പോകാൻ വേണ്ടിയിട്ട് റവപ്പുമാവ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. എന്നാലും അരിയൊന്നും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിനാവില്ല വിചാരിച്ചിട്ട് റവപ്പുമാവ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വറുത്ത റവയാണ്. അപ്പോൾ റവ വറക്കൊന്നും വേണ്ട. അപ്പോൾ ചുവട് കട്ടിയുള്ള ഒരു ചീഞ്ചട്ടി കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് ആകെ തെറിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഞാനൊന്ന് അടച്ച് വെച്ചത്. പിന്നെ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും സവോളയും പച്ചമുളക് ഇഞ്ചി ക്യാരറ്റ് ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി. അപ്പോൾ എല്ലാവർക്കും അറിയണതാണ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ. പക്ഷേ ഞാൻ ഇന്ന് വേറെ രീതിക്കാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ലതായി കിട്ടി കേട്ടോ. ഒട്ടും കട്ട പിടിക്കാതെ തന്നെ നമുക്ക് ഉപ്പുമാവ് കിട്ടും. അപ്പോൾ ഇതേപോലെ ഒന്നും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വഴന്ന് കിട്ടിയപ്പോൾ അതിലേക്ക് നമ്മൾ ആ റവ ഉണ്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. ഞാൻ സാധാരണ വെള്ളം ഒഴിച്ചിട്ടാണ്, പിന്നെ വെള്ളം തിളച്ചതിന് ശേഷം റവ ഇട്ട് കൊടുക്കലേ. അപ്പോൾ ഇന്ന് ഇങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അതിലേക്ക് റവ ഇട്ടിട്ട് ഒന്നങ്ങോട്ട് വഴറ്റിയെടുത്തു. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും അതൊക്കെ ആവണ രീതിയിലൊന്ന് വഴറ്റിയെടുത്തു കേട്ടോ. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു. അപ്പോൾ ആ വെള്ളത്തിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇന്ന് മഞ്ഞൾപ്പൊടി ചേർക്കാതെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കിയത്. ആ തിളച്ച വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അമർത്തിയിട്ട് വെച്ച് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് സിമ്മിലിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, വെള്ളമേറി എന്നുള്ള ആ ഒരു പ്രശ്നം ഈ ഒരു റോപ്പുമാവിന് വരില്ല കേട്ടോ. അതേപോലെ കട്ട പിടിച്ചു എന്നുള്ളതൊന്നും തോന്നൂല. ഇവിടെ ഏട്ടന് ഇഷ്ടം എപ്പോഴും കട്ട പിടിക്കാതെ പൊടി പൊടിയായിരിക്കുന്ന റോപ്പുമാവാണ് കേട്ടോ. അപ്പോൾ അതെപ്പോൾ ഉണ്ടാക്കിയതാണെങ്കിലും നമ്മളിങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ നോക്കണം കേട്ടോ. അപ്പോൾ അതൊരു പണി തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കണം, അങ്ങനെയൊക്കെ വേണം. ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്പുമാവായിരുന്നു. പിന്നെ അതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ഒരു സ്പൂണിൻ്റെ ഇത് വെച്ചിട്ട് അങ്ങനെ കുത്തിയിട്ട് വേണം നമ്മൾ എടുക്കാൻ കേട്ടോ. പിന്നെ അങ്ങനെ കുത്തി കൊടുത്തൊന്ന് ഉലർത്തിയെടുത്താൽ മതി. പിന്നെ അതിലേക്ക് കുറച്ച് നാളികേരം ചിരകിയതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേറെ ഒന്നും ഇല്ലെങ്കിലും ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണല്ലോ.
അപ്പോൾ ഇന്ന് ഇതിലേക്ക് വേറെ ഒന്നുമില്ല കേട്ടോ, പഴമോ പപ്പടോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ കണ്ടില്ലേ പൊടി പൊടി ആയിരിക്കുന്നുണ്ട്. ഇനി കുറച്ച് സമയം കൂടിയും കഴിഞ്ഞാൽ ഒന്നും കൂടി നന്നായിട്ട് പൊടി പൊടിയാവും കേട്ടോ. അപ്പോൾ അത് ചൂടോടെ ആയിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ റവപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഒരു പേടിയും ഒരു പണിയൊക്കെ ആയിട്ട് തോന്നിയിരുന്നു കേട്ടോ, നന്നാവൂലേ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഉണ്ടാക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുകൊണ്ടു. പിന്നെ അതാ രാവിലെ ആയിട്ട് ഞാൻ കുക്കറിൽ കുറച്ച് കമ്പ ഉണ്ടായിരുന്നു കേട്ടോ, ഇന്നലെ വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ആ കമ്പ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നന്ദൂന് നല്ല ഇഷ്ടമാണ്. പിന്നെ ചോറൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇന്നലെ കൊണ്ടുവന്ന അരിയാണ്. അപ്പോൾ അതെങ്ങനെ വാർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. അപ്പോൾ ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. കുറുവരിയൊക്കെയാണ്, പക്ഷേ ഒരു ചെറിയ അരിയായിരുന്നു. അപ്പോൾ എന്താവും എന്നറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഊറ്റിയെടുക്കാമെന്ന് കരുതി. പിന്നെ ഇന്ന് കുറച്ച് വൈകിയാണ് ചോറൊക്കെ വെച്ചിട്ടുള്ളത്. ഇന്ന് സ്കൂളില്ലാത്തൊരു ദിവസമല്ലേ. പിന്നെ കറിക്കായിട്ട് ചക്കക്കുരുവും കുമ്പളങ്ങിയാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും പച്ചമുളകൊക്കെ കീറിയിട്ട് അങ്ങനെ വേവിക്കാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയി വീഡിയോ എടുക്കണില്ല. പിന്നെ അതാ കുറച്ച് ക്യാബേജ് ഉണ്ടായിരുന്നു, അതൊന്ന് അരിഞ്ഞു വെച്ചു. പിന്നെ ക്യാബേജിക്ക് കുറച്ച് നാളികേരം ചിരവി വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാബേജ് ഉപ്പേരി അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ക്യാബേജ് ഉപ്പേരിയാണ് കേട്ടോ. അതിലേക്ക് വേറെ ഒന്നും അങ്ങനെ ചേർത്ത് കൊടുക്കണില്ല. പിന്നെ കറിക്കുള്ള പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്, അരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ പണികളൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്നാൽ അനുട്ടിക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓളും ഉണ്ടല്ലോ അവിടെ. അപ്പോൾ ഓളും കുറേ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓളോട് എല്ലായിടും ഒന്ന് അടിച്ചു വരാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ടുള്ളല്ലോ മാറാലയൊക്കെ തട്ടിയിട്ട്. അപ്പോൾ അധികം മാറാലൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ നിൽക്കേണ്ടി വരും ജനൽമത്തെ മാറാലയൊക്കെ തട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ മാറാലൊന്നും ജനൽമത്തെ തട്ടണ്ട വിചാരിച്ചു, അധികമൊന്നും ആയിട്ടില്ല. അപ്പോൾ പിന്നെ ഓളോടൊന്ന് അടിച്ചു വരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓളൊന്ന് അടിച്ചു വാരുകയാണ്. എല്ലായിടും അടിച്ചു വാരിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ എന്താ പറയുക, അന്തം വിട്ട് അങ്ങനെ അടിച്ചൊരു പോകട്ടോ, ലക്ഷ്യം ഉണ്ടാവില്ല അത് എവിടെ കൊണ്ടുപോയി കൂട്ടണമെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. പിന്നെ രാവിലെ തന്നെ ഞാൻ തിരുമ്പൽ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നലെ അങ്ങാടിക്ക് പോകൊണ്ട് തിരുമ്പലൊന്നും നടന്നിരുന്നില്ല. അപ്പോൾ ഇന്നാണ് തിരുമ്പിയത് കേട്ടോ. പിന്നെ ഇന്നലെ പെരും മഴയായിരുന്നില്ലേ. അപ്പോൾ ഞാൻ കുറച്ചധികം മെഷീനിലിട്ടു, പിന്നെ കുറച്ച് കല്ലിലും തിരുമ്പി. അപ്പോൾ മെഷീനിലിട്ടതെങ്കിൽ മുകളിൽ കൊണ്ടുപോയി തോരയിടണം. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്കാണ് ഇവിടുന്ന് ഒരു വിളി കേട്ടപ്പോൾ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പുറത്തെ ആദ്യക്കൂട്ടനെ ഒന്ന് വന്നത് നന്ദുവിനെ വിളിക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ, കളിക്കാൻ. അപ്പോൾ നന്ദൂട്ടനെ ആണെങ്കിൽ ആശുവിൻ്റെ വീട്ടിലേക്ക് പോയതാണ് കളിക്കാൻ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അങ്ങനെ പോയി കേട്ടോ. പിന്നെ ഇന്ന് പണികളൊക്കെ സാവധാനമാണ് അങ്ങനെ എടുക്കണത് കേട്ടോ. 8 മണി കഴിഞ്ഞിട്ടുണ്ട് നീച്ചപ്പോൾ തന്നെ. പിന്നെ കുളിയും തിരുമ്പലും ഒക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയ്ക്ക് കയറിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനും അനുട്ടിയും കൂടിയും തോരടാനൊക്കെ കൊണ്ടുപോയി. 2 ബക്കറ്റ് നിറയുണ്ട് കേട്ടോ. പിന്നെ തലേ ദിവസം തോരട്ടമൊക്കെ ഇറക്കും വേണം, അതൊക്കെ മടക്കി വെക്കാനൊക്കെ ഉണ്ട്. പിന്നെ അനുട്ടി വെറുതെ അങ്ങനെ നിന്നപ്പോൾ ഓളോട് ഞാൻ പറഞ്ഞു, ഓളെ കൊട്ടങ്ങനെ ആകെ വാരി വലിച്ച് കിടക്കണം, അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കണം എന്ന് പറഞ്ഞിട്ട് ഓളതൊക്കെ ഒന്ന് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഓളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റൂല. അപ്പോൾ ഞാനും വരാറുണ്ട്, അവിടെ ഇട്ട് പോകുന്നതാണ് ഈ കറി ഒന്ന് ശരിയാക്കട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ കൊട്ടയൊക്കെ തുടയ്ക്കും വേണം. അപ്പോൾ നാളികേരം അരച്ചിട്ടുണ്ട് പാർന്നതാണ് കേട്ടോ. പുളിയൊക്കെ ഒഴിച്ചിട്ട് കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഉപ്പേരിയും വെച്ചിട്ടോ. ഉപ്പേരിക്ക് ഞാനൊരു സവോള അരിഞ്ഞിട്ടായിരുന്നു. ഇന്ന് ക്യാരറ്റൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, പച്ചമുളകൊക്കെ കീറിയിടുക ചെയ്തത്. അപ്പോൾ ഉപ്പേരി വെന്തു. ആ അടുപ്പത്ത് തന്നെ ഞാൻ പിന്നെ കുറച്ച് മത്തൻ്റെ ഇല വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്കും എനിക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇലക്കറികൾ. അപ്പോൾ എന്നും മിക്കവാറും ദിവസങ്ങളിൽ മത്തൻ്റെ ഇല ഉണ്ടെങ്കിൽ ഇടയ്ക്കൊരു 2 ഇല നുള്ളിയിട്ട് അങ്ങനെ വെക്കും കേട്ടോ. അപ്പോൾ ഇന്ന് വെറുതെ ഒന്ന് കഞ്ഞിവെള്ളത്തിൽ അങ്ങനെ വെക്കാൻ വിചാരിച്ചു. അപ്പോൾ കഞ്ഞിവെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കാന്താരി ചതച്ചതാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് തോനെ ചേർത്തിട്ടുണ്ട്. ഇലക്കറിയിൽ അങ്ങനെ എരിവൊന്നും ഏറൂലല്ലോ. അപ്പോൾ അതവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ, ഇത് അടുത്ത വീട്ടിൽ നിന്ന് തന്ന ചക്കയായിരുന്നു. അപ്പോൾ 2-3 ദിവസമായി തന്നിട്ട് ഇപ്പോൾ പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ അത് മുറിച്ച് വെക്കുകയാണ്. ഏട്ടനും അച്ഛനൊക്കെ വട്ടമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. പഴുത്ത ചക്ക ഭയങ്കര ഇഷ്ടമാണ്. ഈ ചക്കയ്ക്കാണെങ്കിൽ ഭയങ്കര വളഞ്ഞിയാണ് കേട്ടോ, തൊടാൻ വയ്യ, അത്രയ്ക്കും വളഞ്ഞിയാണ്. ഇങ്ങനത്തെ ഒരു ചക്ക അടുത്ത കാലത്തൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ അവിടെ മുറിച്ച് വെച്ചു. ഇനി ഒരു വന്നിട്ടേ കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കമ്പൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ അടുപ്പത്ത് കഞ്ഞിവെള്ളവും കാന്താരിയൊക്കെ തിളയ്ക്കാൻ വേണ്ടി വെച്ചിരുന്നില്ല, അതിലേക്ക് ഉപ്പും ചേർത്തിട്ടുണ്ട്. തിളച്ച് വന്നപ്പോൾ മത്തൻ്റെ ഇല പിച്ചി വെച്ചിരുന്നു കേട്ടോ. അമ്മ മത്തൻ്റെ ഇലയൊക്കെ പിച്ചി തന്നിരുന്നു. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടുണ്ട് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ തോനെ കറിയായിട്ടൊന്നും വെച്ചിട്ടില്ല, കുറച്ച് വെള്ളത്തിലാണ് വെച്ചത്. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ വെണ്ടയ്ക്ക ഇട്ടിട്ട് കാണിച്ചു തന്നിരുന്നില്ലേ. അപ്പോൾ എന്നും വെണ്ടയ്ക്ക ഇട്ടിട്ട് തന്നെയാണ് വെക്കൽ, ഇങ്ങനെ വെക്കൽ തന്നെയല്ല. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഇങ്ങനെയൊന്ന് വെച്ചതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ അടുക്കളത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ കൊട്ടയിലെ തുണിയൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കൊട്ടയൊക്കെ നന്നായി ഒന്ന് നനച്ച് തുടച്ചു. നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ ദിവസം ഓരോരുത്തർ ഇത് ചെയ്യാൻ വിചാരിച്ചിട്ടാണ്, ഒന്നിച്ച് അങ്ങോട്ട് ചെയ്യണ്ടല്ലോ. അലമാരയൊക്കെ ക്ലീൻ ആക്കാനായിട്ടുണ്ട്.
അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ മക്കൾ സ്കൂളിലേക്ക് പോണതല്ലേ. അപ്പോൾ അതൊക്കെ ഓരോ വലിക്കലിന് തല കുത്തനെ അങ്ങോട്ട് മറച്ചേക്കെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല, ഓലെന്നെ ശ്രദ്ധിക്കും, ഓലെന്നെ മടക്കി വയ്ക്കും, എന്നാലും നമ്മൾ ചെയ്യണ മാതിരി ആവില്ലല്ലോ. അപ്പോൾ അതിൽ വേണ്ടാത്ത കുറേ എണ്ണ ഉണ്ടേന്ന് ഒഴിവാക്കാൻ. പിന്നെ ഓളെ കൊട്ടയിൽ ചിലപ്പോൾ കണ്ണൻ്റെയും കൊണ്ടുവന്നിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് ഒഴിവാക്കാൻ. അപ്പോൾ അതൊക്കെ തിരഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കിയിരുന്നു. പിന്നെ ഞാനും മടക്കി കൊടുക്കാനൊക്കെ കൂടി മടക്കിയൊക്കെ വെച്ചു. ഇനി ഇതേപോലെ തന്നെ നന്ദുട്ടൻ്റെ കൊട്ടയൊന്ന് ശരിയാക്കണം. അതുപോലെ അലമാരകൾ രണ്ടുമൊക്കെ ഒന്ന് ശരിയാക്കാനായിട്ടുണ്ട്, അതും ചെയ്യണം. ഏതായാലും ഇനിയിപ്പോൾ ഒരു 3-4 ദിവസം അവധിയല്ല, സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പം ഇനിയിപ്പോൾ എന്തായാലും നമ്മളെ പണികളൊന്നും കൃത്യമായിട്ട് നേരത്തിന് തീരൊന്നുമില്ല കേട്ടോ. എന്താ വെച്ചാൽ മക്കൾക്ക് സ്കൂളുണ്ടെങ്കിൽ എല്ലാതും കറക്റ്റായിട്ട് ചെയ്ത് തീരും. ഇതിപ്പോൾ മക്കൾക്ക് സ്കൂളില്ലെങ്കിൽ അടുക്കളയത്തെ പണി എങ്ങനെയെങ്കിലുമൊക്കെ ഒരുങ്ങും, ബാക്കിയുള്ളതൊന്നും ഒരുങ്ങി കിട്ടൂല കേട്ടോ. അടിക്കലും തുടക്കലൊക്കെ സാവകാശം തന്നെയാവും. ഇങ്ങനെ എന്തെങ്കിലും തട്ടിയും മുട്ടി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. ചിലർക്കൊക്കെ മക്കൾ ഇല്ലാത്തപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണതാവും ഇഷ്ടമല്ലേ. എനിക്കാണെങ്കിൽ മക്കളെ കൂട്ടി ചെയ്യണതാണ് ഇഷ്ടം. ഓരോ ഇതൊക്കെ പഠിക്കട്ടെ വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതാ അടുപ്പത്ത് ഞാൻ ചക്ക വരട്ടാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ നെയ്യിലാണ് വരട്ടിയെടുക്കണത്. ഇത് 1 വർഷം വരെ കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ നിന്ന് നല്ലോണം വിട്ട് കിട്ടണ വരെ പണിയെടുക്കണം. ഏകദേശം ഒരു 3-4 മണിക്കൂർ കഴിയട്ടോ അത് ശരിയായി കിട്ടണമെങ്കിൽ. പിന്നെ ഇതാ ഇതായിരുന്നു പണി. റബ്ബറിൻ്റെ കൊമ്പൊക്കെ നല്ലോണം അങ്ങനെ താഴ്ന്ന് വന്നിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ കണ്ണനും അബിയൊക്കെ കൂടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനും കൂടി കൊടുത്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുതേ. താങ്ക്